മാന്യമഹാജനങ്ങളെ, വേണ്ട, ക്ലീശെ. മാന്യന്മാരും മഹാന്മാരും എന്നാൽ ഇതിൽ പെടാത്തവരുമായ ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. SMCA പ്രസിഡന്റിന്റെ സ്കിറ്റിലേക്കുള്ള കാസ്റ്റിംഗ് കോൾ അനൗൺസ് ചെയ്തപ്പോൾ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും തുളുമ്പിയ തങ്ങളുടെ അകമഴിഞ്ഞ താല്പര്യം പ്രകടിപ്പിച്ചപ്പോഴല്ലേ ഇതൊരു ജെൻഡർ സ്പെസിഫിക് കാസ്റ്റിംഗ് ആണെന്ന നഗ്നസത്യം ഈ കൂട്ടത്തിലെ ഏതാനും ചില തരുണിമണികൾ തിരിച്ചറിഞ്ഞത്. അതെ, നേരം പരവരാ വെളുത്തു. ഇത് ഞാൻ പറയാതെ മനസ്സിലാക്കി തരാൻ പറ്റിയ ടെക്നീഷ്യൻസ് ഓർ ആ ടീം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മനോഹിതം പോലെ സങ്കല്പിച്ചെടുക്കുക. ഇത്തരുണത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഞങ്ങളുടെ അടുത്ത സ്കിറ്റിൽ ആർട്ട് വർക്ക് കൈകാര്യം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഇതിൽ നിങ്ങളുടെ പ്രതിഫലം ഈ സ്കിറ്റുകൾ ക്ലിക്കായാൽ ഭാവിയിൽ ഞങ്ങൾ എടുക്കാൻ പോകുന്ന ഷോർട്ട് ഫിലിംസ്, പിന്നെ അതെങ്ങാനും ഹിറ്റായാൽ ചക്കയിട്ട് മൊയിലെത്ത് എന്ന് പറയുന്ന പോലെ എങ്ങാനും ഞങ്ങൾ സിനിമ എടുത്താൽ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രശസ്തിയും ഫാൻ ബേസ്, ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സും. അയ്യോ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇതിലെല്ലാം ഉപരി കുട്ടിമാളു ഇല്ലം കേരളം എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വിരലിലെണ്ണാവുന്ന വ്യൂവർഷിപ്പും. സന്തോഷായില്ലേ? എവിടേക്ക് ഈ തള്ളി പോണേ? ഇത് ഇവിടെ നിന്ന് നിർത്തിയില്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തി ഇവിടെ നിന്ന് ഓസ്കാർ വാങ്ങേണ്ട കഥ കൂടി നമ്മൾ കേൾക്കേണ്ടി വരും. ഓ, ഈ പെണ്ണും പിള്ളയുടെ തള്ളും ചാനലിന്റെ പ്രൊമോഷനും കഴിഞ്ഞത് എങ്ങാനും ഇന്ന് തുടങ്ങുവോ? ആൾക്കാരെ വിട്ട് നമുക്ക് കൂവിച്ചാലോ? ഏയ്, അതിന്റെ ആവശ്യമില്ല. സ്കിറ്റ് തുടങ്ങുമ്പോ അതിന് മാത്രം ഒരു കുറവും ഉണ്ടാവില്ല. ഹോ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു ഗ്യാപ്പ് കിട്ടിയ അപ്പൊ തുടങ്ങും പരദൂഷണം പറച്ചില്. അതൊക്കെ ആണുങ്ങളെ കണ്ടുപിടിക്കണം. ആത്മാർത്ഥത, അർപ്പണ മനോഭാവം, കഠിനാധ്വാനം അവരുടെ സ്കിറ്റിൽ ചേർന്നാൽ മതിയായിരുന്നു. നിങ്ങളുടെ ഡയലോഗ് അടി കഴിഞ്ഞോ? എന്നിതൊന്നും തുടങ്ങായിരുന്നോ? അടുത്തൊരു ബെല്ലോടുകൂടി ഞങ്ങളുടെ വെബ് സീരീസ് ഇവിടെ ആരംഭിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ഒരുപാട് കാണണ്ടല്ലേ, വെബ് സീരീസ് പോലും. ഞങ്ങളുടെ ഈ ചെറിയ കഥയുടെ പേരാണ് അധികമായാൽ അമൃതും വിഷം. നിങ്ങൾ നല്ലോണം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതൊരു വെബ് സീരീസ് ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ലേ തന്നെ പണ്ഡിറ്റ്, പെരേര, ആറാട്ട് ഇവരൊക്കെ നെഞ്ചിലേറ്റി ആ ഭാരം പേര് നടക്കുന്ന മലയാളിക്കാണോ നമ്മളെ കൂടി താങ്ങാൻ പറ്റാത്തേ? അവർ വിശാല മനസ്കരല്ലേ. ഒരു ചെറിയ ഗ്യാപ്പ് എന്ന മൊത്തത്തിൽ ആ മനസ്സ് കയറുന്ന കാര്യം ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നേരം പരപരാ വെളുത്തു. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् कौसल्या सुप्रजा रामपूर्वा. ദൈവമേ, ഈ പ്രഭാതം കാണാൻ നീ എന്നെ അനുഗ്രഹിച്ചല്ലോ. ഈ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം. ഈ മതസൗഹാർദ്ദം കാലങ്ങളോളം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഓ, ഇതെന്ത് കഷ്ടാണ്. എല്ലാം കൂടെ ഇറങ്ങി പുറപ്പെട്ടേക്കാണ് ബാക്കിയുള്ളവരുടെ ഉറക്കം കളയാൻ. മതസൗഹാർദ്ദമാണത്രേ മതസൗഹാർദ്ദം. ഇഷ്ടമുള്ളപ്പോ ഉറങ്ങാനും എണീക്കാനും ഒക്കെ നമ്മുടെ ഈ സൊസൈറ്റി സമ്മതിക്കാത്തത് എന്താ? നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ എന്റെ കണ്ണിന്റെ അടിയിൽ വരുന്ന ഡാർക്ക് സർക്കിൾസ്, എന്റെ സ്കിൻ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്തായാലും എണീറ്റതല്ലേ, ചുമ്മാ മോർണിംഗ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഒന്ന് കാച്ചാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്തു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നേക്കാളും മുൻപ് നിങ്ങൾക്ക് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ കാണിക്കാന്ന്. സ്കിൻ കെയർ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം.
She is a fantasy, sha-na-na-na-na, oh oh oh. Sweet as a harmony, sha-na-na-na-na, oh oh. Woman knows she's a mystery, sha-na-na-na-na, oh oh oh. Fills her heart with ecstasy, oh oh yeah yeah. ആ ഇന്നത്തേക്കുള്ളതായി. ഇനി പോയി കിടന്നുറങ്ങാം. എന്റെ ദൈവമേ, പണിത്തിരക്ക് കാരണം സമയം പോയത് അറിഞ്ഞില്ല. ഈ പെണ്ണ് ഇതുവരെ എഴുന്നേറ്റില്ലേ? മോളെ മാളു, മാളു. ഓ, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ നേരത്തെ വിളിക്കില്ലേന്ന്. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെന്ന് അറിയില്ലേ? ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് വരും. ഞാൻ ഒരു 11 മണിയാകുമ്പോൾ കഴിച്ചോളാം. ഓ, ബാക്കിയുള്ളവൻ വീട്ടിലെ പണിയെടുക്കണം, പണിക്കും പോണം, പിന്നെ ഇതിനൊക്കെ തീറ്റിപ്പോറ്റണം. നിന്റെ പ്രായത്തിലുള്ള പിള്ളേര് ജോലിക്ക് പോയി 10 കാശുണ്ടാക്കുകയാണ്. എന്താ പറഞ്ഞേ? അല്ല, നീ ഈ പ്രായമൊക്കെ ആയില്ലേ, കുടുംബത്തിൽ കുറച്ചുകൂടി വരുമാനം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമായിരുന്നു. ആ, അത് ഞാൻ അമ്മയോട് പറയാനിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഈ തൊഴിലുറപ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ട് വല്ല ടെക്സ്റ്റൈൽസിൽ നിൽക്കാൻ പോയിക്കൂടെ? കണ്ടില്ലേ ആ രമണി ചേച്ചി റാണി സിൽക്സിൽ നിൽക്കുന്ന? ഹോ, മാസം എന്താ വരുമാനം. എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ, അച്ഛൻ. ഈ അച്ഛൻ അല്ലെങ്കിൽ എന്താ എത്ര പണി? രാവിലെ എണീക്കുക, എന്തേലും കഴിക്കുക, കൂലിപ്പണിക്ക് പോവുക, 4 മണിക്ക് വീട്ടിൽ വന്നതിന് ശേഷം അച്ഛന് വല്ല ഓട്ടോ ഓടിക്കാൻ പോയിക്കൂടെ? നല്ല വരുമാനല്ലേ? ഒന്നില്ലെങ്കിൽ എന്നെ കെട്ടിക്കണ്ടേ? ആ വിചാരം നിങ്ങക്ക് വല്ലതും ഉണ്ടോ? എന്റെ ദൈവമേ, ഇതിനൊക്കെ ഇങ്ങനെ വളർത്തിയ എന്നെ പറഞ്ഞാ മതിയല്ലോ. ദേ മനുഷ്യ, ഞാൻ തൊഴിലുറപ്പിന് പോവാട്ടോ. ആ പെണ്ണിനുള്ള ഭക്ഷണം ആ മേശമ വെച്ചിട്ടുണ്ട്. ദേ ആരും പോവല്ലേട്ടോ, സീൻ ചേഞ്ച് ആണേ. എല്ലാരും വന്നോ? നമുക്ക് ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. ആവാം. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം, ഏടിയസ് വരാതെ കാത്തു സൂക്ഷിക്കണം. കാടുകൾ വെട്ടുമ്പോൾ പാമ്പും പാഴുതാരെ കൂടെ കൂടെ വന്ന് കടിക്കാതെ നോക്കണം. ലോണുകൾ വീട്ടുവാൻ സമ്പാദ്യം കിട്ടണം, കുടുംബശ്രീ ചിട്ടികൾ വീണ്ടും അടിക്കണം. കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം, കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം. കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം. അതെന്താടി നിനക്കൊരു എക്സ്ട്രാ ലൈൻ? കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടിയാ കഴിക്കോ? എന്നാ ഇനി കുറച്ച് വിശ്രമമാവാം. നമ്മുടെ കുടുംബശ്രീയിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ADS വരുന്നവരെ ഒരു മീറ്റിംഗ് അവിടെ നടത്തിയാലോ? ഇല്ലേ വൈകിട്ട് വീണ്ടും വരണ്ടേ? ഞാൻ ആക്ച്വലി പ്രിപ്പയർഡ് ആണ്. അതങ്ങ് കഴിഞ്ഞു കിട്ടുമല്ലോ, നമുക്ക് അങ്ങ് തുടങ്ങാം. പെണ്ണുരുമ്പെട്ടാൽ കുടുംബശ്രീ മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നൊരു കാര്യം, രജനി 2 തവണയായി മീറ്റിംഗിന് വന്നിട്ടില്ല. 20 രൂപ ഫൈൻ അടക്കണം. അതിപ്പോ എന്റെ അമ്മായിമ്മ കിണറ്റി വീണതുകൊണ്ടല്ലേ, തള്ളൊട്ട് ചത്തുമില്ല, 20 രൂപ ഫൈനും അടക്കണം. അത് തീർച്ചയായും വേണം. എൻ്റെ അമ്മായിമ്മ 3 തവണ കിണറ്റി വീണപ്പോ 30 രൂപയെ ഫൈൻ അടച്ചത്. പോരാത്തിന് ആസ്പത്രി ചെലവ് വേറെയും. എന്നാ പിന്നെ കിണറിനൊരു കൈവരി കെട്ടിക്കൂടെ? എന്തോരം കാശാണ് ഇങ്ങനെ മുടക്കുന്നത്. ഇനി അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? കഴിഞ്ഞ ദിവസം കിണറ്റിന്റെ ആഴം കൂട്ടി, ഇനി ഒന്ന് വീട് കിട്ടിയാ മതി. ഓ, ഒന്നും മുണ്ടാതിരി പെണ്ണുങ്ങളെ. ADS വരുന്നതിന് മുമ്പ് ഈ മീറ്റിംഗ് ഒന്ന് തീർക്കണം. പുനരധിവാസം അടിമുടി ഒരു പുതിയ വിലാസം, തനി നിറമെട്ട് തണിയെന്ന നെഞ്ചെ കാടുന്യാസം, പെട്ടയ്ക്കെന്ന ശ്വാസം, ചെവികളിൽ ഇനി അരുതുപദേശം, തനി നിറമെട്ട് തണിയെന്ന നെഞ്ചെ കാടുന്യാസം. ചട്ടപ്പാച്ചിലാണടി പതറുകയില്ല, നേടി സ്വാതന്ത്ര്യം, മുഖ്യൻ താഴെ വന്നൊരു ചെറുപൊടി വീഴ്ചയിൽ ആത്മവിശ്വാസം, കാണും കണ്ണുകൾക്കിത് ഹാസ്യം, ചില നേരം ആഭാസം.
ഇഷ്ടപ്പെട്ടാൽ കുടുംബശ്രീയിലെ 21ാമത് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അടുത്ത മാസം വരുന്ന വാർഷികാഘോഷത്തിലേക്കുള്ള ഐറ്റങ്ങളും ഇനങ്ങളും നല്ല തകൃതിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഇവിടെ പിരിച്ചുവിടുന്നു. എടി, എന്തായി നിന്റെ ഒരുക്കങ്ങള്? നമ്മുടെ ത്രേസ്യക്കുട്ടിയെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അതിലൊന്ന് അഭിനയിച്ചാലോ എന്ന് വിചാരിക്കുക. ത്രേസ്യേ, നീ സ്കിറ്റ് എഴുതുന്നുണ്ട് കേട്ടുല്ലോ. അതിൽ മെയിൻ റോള് എനിക്ക് തരണം. പിന്നെ എനിക്ക് അഴിഞ്ഞാടി അഭിനയിക്കാനുള്ളൂ നീ എഴുതി പിടിപ്പിക്കുകയും വേണം. വേലായുധന്റെ മുമ്പിലുള്ള അഴിഞ്ഞാട്ടം പോരാത്തോണ്ടായിരിക്കും നാട്ടുകാരുടെ മുമ്പിൽ കൂടി ഇരി. എടി, പക്ഷെ രജനിക്ക് മെയിൻ റോള് കൊടുക്കണം എന്നാണല്ലോ ആയിഷ പറഞ്ഞേക്കണേ. അതെങ്ങനെ ശരിയാവും? സ്കൂളിൽ പഠിച്ച സമയത്ത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മികച്ച നടിയായത് ഞാനല്ലേ. മെയിൻ റോള് എനിക്ക് തന്നെ തരണം. ആയിഷ, രജനി ഏത് വർഷടി കലാതിലകായത്? രജനി, ഇങ്ങോട്ടൊന്ന് വന്നേ. നീ ഏതൊക്കെ ഐറ്റമായിരുന്നു? നീ മോണാക്ടിന് ഉണ്ടായിരുന്നോ? നാടകത്തിന് ഉണ്ടായിരുന്നോ? മോണാക്ട് നാടകമൊന്നും അല്ല, കഥാപ്രസംഗം, പാട്ട്. ത്രേസ്യേ, ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ തന്നെ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ച് കാണിക്കാം. എന്നിട്ട് മെയിൻ റോള് എനിക്ക് തന്നെ ഉറപ്പിക്കണം. അയ്യോ, എഡീസ് വരുന്നടി. ചേച്ചിമാരെ, ഇപ്പൊ നമ്മളെക്കാളും 10 വയസ്സ് മൂത്തതല്ലേ, എന്നിട്ട് നമ്മളെ ചേച്ചിമാരെ വിളിക്കണം. ദൈവമേ, എന്താണ് പണി വല്ലതും നടക്കുന്നുണ്ടോ? അതോ വെറുതെ വാചകടി മാത്രമേ ഉള്ളോ? ഇന്ന് ഇത്തിരി സീരിയസ് ആട്ടോ, നമുക്ക് വെറുതെ ഒന്ന് പൊക്കി പറഞ്ഞേക്കാം. ഏഡിയസേ, ഈ മാലയും കമ്മലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതെവിടെന്നാ വാങ്ങിച്ചേ? ഓ, അത് ഇൻസ്റ്റേന്ന് വാങ്ങിയതാ. അത് ഏതടിയാ കട? ഓ എന്റെ ദൈവമേ, ഒന്നും മിണ്ടാണ്ടിരുന്ന. ഇൻസ്റ്റാന്ന് പറഞ്ഞാ ഫേസ്ബുക്ക് പോലെ കുത്തണ സാധനമില്ല അതാ. അതെ, ഞാൻ കേട്ടിട്ടില്ലേ. ഈ മുടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിനെന്തെങ്കിലും പ്രത്യേക ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ഫേസും അതെന്ത് തിളക്ക്. ഇപ്പൊ ഏഡിയസിനെ കാണാൻ ഫേസും ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഓ, അത് ഞാൻ ഈയിടെയായിട്ട് കുറച്ച് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നുണ്ട്, അതിന്റെയാ. നിങ്ങൾ ഇങ്ങനെ വെയിൽ കൊണ്ട് നടന്നോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഏത് വീഡിയോ എഡീസ് നോക്കട്ടെ? വാ, നമുക്ക് വീഡിയോ കാണാടി. ഹേ ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സെൽഫ് കെയറിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ അമ്മയുടെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മ നന്നായിട്ട് എഴുതുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവൊന്നും അമ്മ ചിന്തിക്കാറ് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്തൊക്കെ എന്തെങ്കിലും എഴുതിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ നമ്മളിങ്ങനെ വണ്ടർ അടിക്കാറുണ്ട്, ഓ എന്തൊരു നന്നായിട്ട് എഴുതുന്ന ആളാ. പക്ഷെ അങ്ങനത്തെ ഒരു കഴിവ് അത് പൊടിതട്ടി എടുക്കാനോ അതിനെ ഒന്ന് ഉരച്ച് മിനുക്കി പെർഫെക്റ്റ് ആക്കാനോ അതിലൊന്ന് ഇംപ്രൂവ് ആകാനോ ഒന്നും ശ്രമിക്കാനുള്ള സമയമോ സാഹചര്യമോ ഒന്നും ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചിലവർക്ക് നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ടായിരിക്കും, ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കും, അതേപോലെ തന്നെ വരയ്ക്കാൻ, എഴുതാൻ, അങ്ങനെ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവാതെ, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് മറന്നു പോവാതെ, അല്ലെങ്കിൽ മറന്നൊന്ന് നടിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാതെ അതിനെയും കൂടെ കൊണ്ട് നടക്കുക. നമ്മുടെ ഹോബീസ് എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ് തിരിച്ചറിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ അതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് കൊള്ളാലോ ഐഡിയസേ. ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാമോ? സമയം കിട്ടുമ്പോ ഒന്ന് വിശദമായിട്ട് കാണാലോ. എല്ലാരും അവിടെ തന്നെ ഇരുന്നോ. ക്ലൈമാക്സ് സീനാട്ടാ വരാൻ പോണേ. വീണ്ടും നേരം പരപരപരപരാ വെളുത്തു. ഇന്ന് അച്ഛൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. കുറച്ച് സെൽഫ് കെയർ ഒക്കെ എനിക്കും ആവാം. എനിക്ക് മടിയാണ്, ജോലി ചെയ്യാൻ മടിയാണ്. ജോലി ചെയ്യാതെയുള്ള ജീവിതമാണ് സുഖം. എന്തോ ഒരാനന്ദം, പരമാനന്ദം. ജോലി ചെയ്ത് എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ പിന്നെ തളർന്നുപോയി. ഇനി ഒരല്പനേരം വിശ്രമം.
എന്തോരം ജോലി ചെയ്താന്നറിയാം. ഇനി ഞാൻ എന്റെ ഇന്ദ്രിയങ്ങൾക്ക് വിശ്രമം കൊടുക്കട്ടെ. ഇനി നിങ്ങൾ യുവാക്കളല്ലേ, നിങ്ങൾ ജോലി ചെയ്യും കേട്ടോ. ഈ നാഗച്ചേച്ചിയുടെ ഒരു കാര്യം. അല്ല, ഇന്ന് മാതാശ്രീയുടെ ഒരു അനക്കവും ഇല്ലല്ലോ. എവിടെ പോയി കിടക്കുന്നാവോ? ഓ, ചിലപ്പോ എന്റെ സെൽഫ് കെയർ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു കാണും. അയ്യോ, 12 മണിയായോ? ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുന്നത്? അടുക്കളയിലും മുറ്റത്തും ഒന്നും കാണാനില്ലല്ലോ. ഇനി പുറത്തു വല്ലതും പോയി കാണുമോ? അതിനിന്ന് ഞായറാഴ്ചയായിട്ട് എവിടെ പോകാനാണ്? ഓ, ചിലപ്പോ തൊഴിലുറപ്പ് കമ്മിറ്റിയിൽ വല്ല കുശുമ്പ് പറയാൻ പോയി കാണും. പരദൂഷണത്തിന് പുതിയ ടോപ്പിക്ക് വല്ലതും കിട്ടി കാണും. അതിന് ഈയിടെയായിട്ട് ആർക്കും കല്യാണാലോചന വന്നതായിട്ടോ ജോലി കിട്ടിയതായിട്ടോ ഒന്നും കേട്ടില്ലല്ലോ. ആ, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അയ്യോ, ഇത് അമ്മയുടെ റൂമിൽ നിന്നാണല്ലോ. അമ്മേ, അമ്മേ, അയ്യോ അമ്മേ. ചത്തട്ടില്ല, ഓവറാക്കണ്ട. ഇതെന്ത് കിടപ്പാണ്? ഒരു സാധനമല്ലല്ലോ വീട്ടില്. വിശന്നിട്ടാണെങ്കിൽ കണ്ണു കാണാൻ വയ്യ. ശരിക്കും ഞാൻ ഇന്നു മുതൽ സെൽഫ് കെയർ ഒന്ന് നോക്കാന്ന് കരുതി. ആദ്യം നന്നായി ഉറങ്ങണം. ഡാർക്ക് സർക്കിൾസ്, ഹെൽത്തി സ്കിൻ, ഏത് സന്തോഷായില്ലേ? അമ്മയും ഒന്ന് സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങി. അയ്യോ, അങ്ങനെ പറഞ്ഞാലെങ്ങനാ? അപ്പൊ എനിക്ക് കഴിക്കാനോ? പോരാത്തതിന് വീട്ടിലെ പണിയൊക്കെ പിന്നെ ആര് ചെയ്യും? ഒന്ന് മാറി നിൽക്കാമോ? ഒരല്പം പോലും ബോധമുണ്ടോ നിനക്ക്? ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നിനക്ക് കണ്ടൂടെ? അതിന്റെ പിറകിൽ വന്നാണോ നിൽക്കുന്നേ? അമ്മേ അമ്മേ അമ്മേ, പ്ലീസ് അമ്മേ, എന്നാ നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാലോ? മുക്കാലും വേണ്ട, പാതി വേണ്ട. എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. പ്ലീസ് പ്ലീസ് പ്ലീസ്, എന്റെ ചക്കര അമ്മയല്ലേ. പ്ലാൻ ഏറ്റിട്ടുണ്ട്, ഒന്ന് അയഞ്ഞേക്കാം. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഇന്ന് മുതൽ അമ്മേനെ വീട്ടുപണിയിൽ സഹായിക്കണം. പാതി പാതി പണി ചെയ്താൽ എല്ലാം പെട്ടെന്ന് തീർത്ത് എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുകയും ചെയ്യും. വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരായിട്ട് വേണം ചെറുപ്പം മുതൽ അവരെ വീട്ടുപണിയൊക്കെ എടുപ്പിച്ച് വെറുതെ ഇരുന്നൊന്ന് സുഖിക്കാൻ. മോളെ, വേറൊരു കാര്യം കൂടി. നമ്മളൊരു വീട്ടിലോ ഒരു സമൂഹത്തിലോ ആയിരിക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം അവരുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് ഓരോന്നും ചെയ്യുന്നത് നീ പറയുന്ന പോലെ സെൽഫ് ലവോ സെൽഫ് കെയറോ അതൊന്നുമല്ല, അത് സ്വാർത്ഥതയാണ്. സെൽഫ് കെയർ അഥവാ സ്വയം സ്നേഹം, സെൽഫിഷ്നെസ് അഥവാ സ്വാർത്ഥത, സെൽഫ്ലെസ് അഥവാ സ്വയം ശൂന്യവൽക്കരണം, ഇതിനൊക്കെ പല അർത്ഥങ്ങളാണ്. മറ്റൊരാൾക്ക് നമ്മുടെ സഹായം ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് സെൽഫ് ലവ്. മറ്റൊരാൾക്ക് നമ്മളെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത് സെൽഫിഷ്നെസ്. നമ്മളെ മറ്റൊരാൾക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസും മാറ്റിവെച്ച് നമ്മൾ അവരെ സഹായിക്കുന്നതിനെ സെൽഫ്ലെസ് എന്നും പറയാം. അധികമായാൽ അമൃതും വിഷം.